ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും ഓരോരോ പണികൾ കിട്ടുമല്ലോ. ഇന്നും അതേപോലെ പണി കിട്ടിയൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പാർത്തൻ്റെ കണ്ണ് വയ്യ, കണ്ണിലൊരു പൊടി വീണ കേട്ടോ. എന്തോ ഒരു കുഞ്ഞൊരു കരട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് പൊടി വീണമ്മേന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞു ഞെവിടല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കണ്ണ് ഞെവിടിയതും ഇല്ല. എന്തോതാ കണ്ണ് ഞെവിടിയതും ഇല്ല. എന്തുവാ ഇങ്ങനെ വെള്ളം ആഞ്ഞടിച്ചതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങനെ കണ്ണ് കഴിവതേ ഉള്ളു. പിന്നെ ഞാൻ നോക്കി ഇങ്ങനെ കണ്ണില് നോക്കിയിട്ട് പൊടിയൊന്നും കണ്ടില്ല. പിന്നെ അവനിങ്ങനെ അവൻ പറഞ്ഞ കണ്ണി പൊടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് കാണുന്നതേ ഇല്ല. ഇവിടെ മുള്ളങ്ങാണ്ട് കയറിയിരുന്നേ. കണ്ണിങ്ങിനിട്ട് കറക്കിയപ്പോൾ ഉണ്ട് ഈ പൊടി ഇങ്ങ് വന്ന്. അപ്പം ഞാൻ എടുത്തു കേട്ടോ. എടുത്ത് അത് മാത്രമേ ഉണ്ടായുള്ളൂ. അല്ലാതെ ഇങ്ങനെ വെള്ളം ആഞ്ഞടിച്ചതും ഇല്ല, കണ്ണ് ഞെവിടിയതും ഒന്നുമില്ല. പക്ഷെ കണ്ണങ്ങ് ചുമന്ന് വീർക്കുന്നു. എന്തുവാന്ന് എനിക്കറിയാം. ഓരോ ദിവസം ഓരോ പണികളാണ്. എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവരെയും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. രേഷ്മാസ് ഡയറിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് സ്നേഹപൂർവ്വം. പിന്നെ അതേപോലെ തന്നെ ഇന്ന് സ്കൂളൊന്നും ഇല്ല, വീട്ടിലിരിക്കുകയല്ലേ. ഫുട്ബോൾ കളി, ലോകകപ്പ് എല്ലാവർക്കും കാണാൻ വേണ്ടി എല്ലാവരും കണ്ടിട്ട് എല്ലാവരും ഉറക്കത്തിൽ താമസിച്ച് എണ്ണിക്കെന്ന് പറഞ്ഞിരുന്ന അവധി കൊടുത്ത ദിവസമല്ലേ. പക്ഷെ എന്ത് ചെയ്യുക, എല്ലാവരും കരഞ്ഞു ഇരിക്കാനുള്ള അവധിയാണ് കൊടുത്തല്ലേ വാർത്ത. ഉറക്കം പോയത് മിച്ചം. സാരമില്ല, നമുക്ക് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടീമിനെ കളിയാക്കിച്ചിരിക്കുമല്ലോ കേട്ടോ. വല്ല പൊതുവേ ഉള്ളൊരു കാര്യം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞത്. ഒരിക്കലും ഇല്ലാത്തൊരു ഇതാണ് നമുക്ക് ലോകകപ്പിന് വേണ്ടി കേരളത്തിന് അവധി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തത്. എന്നിട്ട് അർജന്റീന ഫാൻസായിട്ടുള്ള പാർത്തനിരുന്ന് കരയുക. ഇനി അടുത്ത കളിക്കൊന്നും ഇനി മെസ്സി ഇല്ലല്ലോ എന്ന് അയാൾ പറയുന്നത്. പോട്ടെ. അപ്പൊ ഇനി അടുത്ത ആൾക്കാർ വരും. അപ്പൊ അവരെ ഇനി ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുക. അത് കണ്ടിട്ട് ഞാൻ ഇവിടല്ലേ. പിന്നെന്താടാ വിശേഷങ്ങള്? പിന്നെ ഇന്നത്തെ ദിവസം ഏതാവുന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്നാലും ഞാൻ ക്ഷണിക്കുകയാണ്. അവശബ്ദങ്ങൾ വരുന്നത് പാർത്തന ഇവിടെ നിന്നോട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കണ്ട. പനീറും എടുത്തുകൊണ്ടൊന്ന് വെച്ചേക്കുക. ഇപ്പൊ ഉടനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു. ഫ്രിഡ്ജിനകത്തിരുന്ന പനീർ എടുത്തുകൊണ്ടൊന്ന് കൊണ്ടുവച്ചേക്ക്. ഇപ്പൊ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. കമാൺ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഒരു പണി കിട്ടിയിരിക്കുന്ന ദിവസമാണ് കണ്ടോ. പാത്രൻ്റെ കണ്ണിൽ ജസ്റ്റ് ഒരു പൊടി പോയതേ ഉള്ളതുകൊണ്ട് അവനിങ്ങനെ ഇപ്പോഴും കണ്ണിലിങ്ങനെ ഐസ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണങ്ങ് ചുമക്കുകയും ചെയ്ത് അതേപോലെ തന്നെ നീരും ആയിട്ടുണ്ട് കണ്ണിന് കേട്ടോ. പിന്നെ അവൻ ജസ്റ്റ് ഒന്ന് കഴുകിയത് മാത്രമേ ഉള്ളൂ, അല്ലാതെ കണ്ണിട്ട് നന്നായിട്ട് ഞെവിടുവോ തിരുമോ ഒന്നും ചെയ്തില്ല. പിന്നെ അവൻ്റെ കുറേ നേരം നടന്നു. അവർ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മൾ കൂടെ വേണമല്ലോ. അങ്ങനെ പിന്നെ അവർ കുറേ നേരം നടന്നു. പിന്നെ അരിയൊക്കെ ഇട്ടതാ നമ്മുടെ അടുപ്പിൻ്റെ പുറത്തെ ആ സാധനമൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പുളി നന്നായിട്ട് ഉണങ്ങി എല്ലാം സെറ്റായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതെടുത്ത് മാറ്റി. പിന്നെ പാർത്തനാണ്ട് കണ്ണ് ഓക്കെ ആയില്ല എങ്കിലും അവന് ഇറങ്ങിയതാണ് പനീറിൻ്റെ ക്യൂബ് ആക്കി അത് ഫ്രൈ ചെയ്യാനായിട്ട്. അയാൾ തന്നെ മസാലയൊക്കെ തേച്ചോളാമെന്ന് പറഞ്ഞ് എൻ്റെ അവിടെ കറക്റ്റ് അളവൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഇട്ട് കൊടുത്ത് മസാല പുരട്ടിയതാണ് കേട്ടോ. പിന്നെ ദാണ്ട നമുക്ക് റൂമിലെ എല്ലാം ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. മക്കൾ ഇതേപോലെ ഭയങ്കര കുരുത്തക്കേടല്ലേ. കുറച്ച് നേരം അവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വല്ലായ്മയാണ്. പക്ഷെ അവരുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് അടുത്തൊക്കെ വന്ന് നിന്ന് വഴക്കുണ്ടാക്കലും പിച്ചലും മാന്തലും കടിക്കക്കോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സ്നേഹമാണല്ലേ. പെൺമക്കൾക്കും സ്നേഹം ഇല്ലെന്നല്ല, സ്നേഹമുണ്ട്. എനിക്ക് മോനായതുകൊണ്ടായിരിക്കണം പെൺമക്കളുടെ സ്നേഹം എന്താണെന്ന് അറിയാത്തത്. പിന്നെ അപ്പോൾ ചോദിക്കും ഞാൻ പെണ്ണല്ലേ എന്ന്. ഞാനും പെണ്ണാണ്, ഞാൻ എൻ്റെ അമ്മയും അച്ഛനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു അമ്മയായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്നേഹം വേറെയാണല്ലോ അല്ലേ. നമ്മൾ കൊടുക്കുന്ന പോലുള്ള സ്നേഹം അല്ലല്ലോ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞാനിതാ പാർത്തമ്മൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയതും തലയണയുറയൊക്കെ ഒന്ന് മാറ്റിയിട്ടതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം മൊത്തം ഇത് തന്നെയായിരുന്നു പരിപാടി. ഇപ്പം പിന്നെ അവൻ്റെ റൂം അങ്ങനെ വലുതായിട്ട് ചെതൽ കയറുന്നില്ല. കാരണം ഞാൻ അവിടെ ആ സൈഡിനെല്ലാം ഒരു മരുന്നടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെതൽ കയറുന്നില്ല കേട്ടോ. പിന്നെ ദാണ്ട എനിക്കൊരു പുരാവസ്തു ഉണ്ട് കേട്ടോ. പുരാവസ്തു എന്ന് പറഞ്ഞാൽ ഇതിന് ഒത്തിരി പഴക്കമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഏതാണ്ട് 10-20 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുരാവസ്തു എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ പുരാവസ്തു ആണെങ്കിലും എനിക്ക് നല്ല
ഉപയോഗം ചെയ്യുന്ന ഒരു സാധനമാണ്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പൊടി തട്ടിയെടുക്കുകയും വല്ലപ്പോഴും അല്ല മിക്ക സമയങ്ങളിലും ഞാനിത് എണ്ണ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചവിട്ടാറുണ്ട്. തയ്ക്കുന്നില്ലെങ്കിൽ പോലും ചവിട്ടിയൊക്കെ നോക്കാറുണ്ട്, എണ്ണ ഇടാറുണ്ട്. ഞാനൊരു 8ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് എനിക്ക് അമ്മ വാങ്ങിച്ച് തന്നതായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിനെ ഇങ്ങനെ പൊടി തട്ടി എടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വീണ്ടും ഇത് പൊടി തട്ടി എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. നമ്മൾ ഒരു ചുരിദാറാണെങ്കിലൊന്ന് ഓൾട്ടർ ചെയ്യാൻ കൊണ്ടുവന്ന് കൊടുത്താൽ തന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. അത് തന്നെയല്ല തയ്യൽ കൂലി, ഇപ്പോഴത്തെ തയ്യൽ കൂലി നല്ല കൂടുതലാണ്. ഒരു ഫുൾ ചുരിദാർ തയ്ക്കുന്നതിനായാലും ഒന്ന് ഓൾട്ടർ ചെയ്യുന്നതിനാണെങ്കിൽ പോലും നല്ല പൈസ കൊടുത്തെങ്കിലേ പറ്റൂ. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് തുണി തയ്ക്കാം. തയ്യൽക്കടയിൽ പോയി നിന്നിട്ട് അവർക്ക് തുണി ഒരുപാട് തയ്ച്ച് തരാനുണ്ട്, അതുകൊണ്ട് താമസിക്കും എന്നൊന്നും കേൾക്കണ്ടല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ അവനെ ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് കരുതിയത്. പിന്നെ ഞങ്ങളുടെ റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. ഇന്ന് ഫുള്ള് ഇത് തന്നെയായിരുന്നു പരിപാടി കേട്ടോ. അടിച്ച് വാരക്കവും ബെഡ്ഷീറ്റ് മാറ്റമൊക്കെ ഒക്കെ ആയിരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. ഞാനാണെങ്കിലുണ്ടല്ലോ ഒരു പുതിയ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി കിടക്കും കുറച്ച് നേരം. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? എന്തോ അറിയത്തില്ല. നിങ്ങളെങ്ങനെയാണോ പുതിയൊരു ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് കിടക്കാൻ തോന്നാറുണ്ടോ? ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നതാണ്. ഞാൻ പാർത്ഥനോട് പറഞ്ഞായിരുന്നു, മോനെ അമ്മച്ചിക്ക് ഇച്ചിരി തേങ്ങ തിരുമിത്താ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ തേങ്ങ തിരുമാണ് കേട്ടോ. ആളറിഞ്ഞില്ല ഞാൻ വീഡിയോ പിടിക്കുന്നതൊന്നും, ആളറിഞ്ഞതേ ഇല്ല. ആളറിയാതെ ഞാൻ പിടിച്ചതാണ്. പിന്നെ പാത്തമ്മോനാണെങ്കിൽ ദാണ്ടെ അവൻ്റെ റൂമിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് അമ്മ ഇടുന്നത് അരിയുമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അവൻ അവിടെ ഇരുന്ന് കഴിക്കുന്നത്. പിന്നെ ഈ ചീനിയുടെ തൊലിയൊക്കെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കണം ആൾ അവിടെ പോയിരുന്ന് കഴിക്കുന്നത്. തിളപ്പിച്ചൂറ്റി ഇച്ചിരി വെളുത്തുള്ളി നീലവും ചതച്ച് ഇച്ചിരി തേങ്ങായും തിരിഞ്ഞ് ഇതിനകത്തിട്ട് ചുറ്റിത്തോത്തി തട്ടിയെടുക്കുക. കടുക് വറുത്തോ? കടുക് വറക്കണമെന്നില്ല, കടുക് വറുത്താലും കൊള്ളാം. അങ്ങനെ തോരൻ വെക്കുന്നത്. കുക്കറിനകത്തൊന്നും വെച്ച് അടിച്ചാൽ ചിലപ്പോൾ നോക്കോടക്കട്ടായിരിക്കും. ഇത്രയും ചെറുതായിട്ട് അരിയും ചെയ്യുന്നുണ്ട്. ചീനി തോരൻ വെക്കുന്നതിൻ്റെ ഒരു രീതിയാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. കാരണം ഞാനാണെങ്കിൽ ചീനി അങ്ങനെ തോരൻ വെച്ചിട്ടൊന്നുമില്ല. വേവിക്കുകയും പുഴുങ്ങുകയും വാട്ടുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു തന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അതിന് പിന്നെ ഞാൻ ചീനി അടുപ്പിൽ വെച്ച് വേവിച്ച് തോരനൊക്കെ വെച്ച് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാഞ്ഞതാണ്. ഇനിയിപ്പം സെപ്പറേറ്റായിട്ട് വേറെ വീഡിയോ ഞാൻ എടുക്കാം, ചീനി തോരൻ വെക്കുന്നതായിട്ട്. ഷോർട്സോ വല്ലതും എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മെഷീനിലേക്ക് വന്നതാണ് കേട്ടോ. അവനെ ഞാൻ എണ്ണയൊക്കെ ഇട്ട് എൻ്റെ എണ്ണ ഇടുന്ന ക്യാനങ്ങ് പന്നലായിപ്പോയി. പിന്നെ ഞാൻ വേറൊരു കുപ്പിക്കകത്ത് എണ്ണ സെറ്റാക്കി വെച്ചിട്ട് അവനെ എണ്ണയൊക്കെ ഇട്ടു ഒന്ന് വൃത്തിയാക്കി. പിന്നെ തൂത്ത് തുടച്ചൊന്ന് പൊടിയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചൊന്ന് ശരിയാക്കി വെക്കുക. ഇത് മോട്ടറൊന്നും പിടിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചവിട്ടുന്ന മെഷീനാണ്. അടുത്ത മെറിറ്റിൻ്റെ മെഷീനാണ് കേട്ടോ. ഇപ്പോഴും നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. പുരാവസ്തു എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കിയെങ്കിലും എൻ്റെ ഒരുപാട് സഹായിയാണ് കേട്ടോ. ഒരുപാട് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ തന്നെ ചില സമയത്ത് ഞാൻ എങ്ങോട്ടെങ്കിലും പോകാൻ റെഡിയായി നിന്നിട്ടാണ് ചില ചുരിദാർ ഒന്ന് ഓൾട്ടർ ചെയ്യുന്നത് തന്നെ. ചിലതൊക്കെ എനിക്ക് അന്നേരം തോന്നുമ്പോഴായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഒരുപാട് സഹായിക്കുന്ന ഒരു ആളും കൂടിയാണിത് കേട്ടോ. ആളിന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല എന്നല്ലേ ഉള്ളൂ, പക്ഷേ നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു തുണിയൊക്കെ തയ്ക്കുന്ന ഒരു ചേച്ചിയുണ്ട് കേട്ടോ. അവർ നല്ല തയ്യൽക്കാരിയാണ് കേട്ടോ. അവർക്ക് ഇഷ്ടംപോലെ തയ്യലൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഈ വെക്കേഷൻ്റെ സമയത്തൊക്കെ ഞാൻ അവിടെ പോയിരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ പോയിരുന്ന് ആ ചേച്ചിയുടെ മെഷീനകത്ത് ചവിട്ടാൻ പഠിച്ചു. പിന്നെ തുണിയൊക്കെ വെട്ടുന്ന പഠിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് തയ്ക്കാൻ ഒരു വിധം മനസ്സിലായി. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു വട്ടം കണ്ടാൽ മതി, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി എടുത്തത് കൊണ്ടായിരിക്കണം അമ്മ എനിക്ക് മെഷീൻ വാങ്ങിച്ചു തന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ചുരിദാർ തയ്ക്കും കേട്ടോ. പിന്നെ ഞാൻ പുറത്താർക്കും തയ്ച്ചു കൊടുക്കാത്തതാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പാർത്ഥൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി എവിടെയോ ആരുടെയോ അവരുടെ ഏതോ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചീനി തോരൻ വെച്ചത് അത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. ചീനി തോരൻ വെച്ചപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതിനകത്ത് അരിയൊക്കെ വേണമെങ്കിൽ വറുത്തിടാം എന്ന് പറയുന്നു. ഞാൻ അരിയൊന്നും വറുത്തിട്ടിട്ടില്ല. അല്ലാതെ നമ്മൾ സാധാരണ തോരൻ വെക്കുന്നത് പോലെ തന്നെ അങ്ങ് വെച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ തുണികളൊക്കെ അലക്കിക്കൊണ്ട് വന്ന തുണികളൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയതുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മടക്കി വെക്കാമെന്ന് കരുതി. ബാക്കിയെല്ലാം ഉണങ്ങാനുള്ളതെല്ലാം പറക്കി ഞാൻ അപ്പുറത്ത് നമ്മുടെ കൊട്ടിലിനകത്ത് കൊണ്ടിടും കേട്ടോ. അതാകുമ്പോൾ പിന്നെ വിഷമിക്കേണ്ട. ഉച്ച കഴിയുമ്പോൾ ഒരു ചെറിയ മയക്കമുണ്ട്. ആ സമയത്ത് മഴ പെയ്താലോ എന്ന് പേടിച്ച് ഞാനിങ്ങനെ ഉണങ്ങാനുള്ള തുണികളൊക്കെ
പറക്കി അവിടെ കൊണ്ടുവന്നിടും. അപ്പോൾ സമാധാനമായിട്ട് എനിക്ക് കിടന്നൊന്ന് ഉറങ്ങാമല്ലോ. അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് ചെല്ലുമ്പോൾ തട്ടിയടിച്ച് എവിടെയെങ്കിലുമൊക്കെ വീഴും. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഒരു സമാപന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണേ. ഇന്നത്തെ കുറച്ച് കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള എൻ്റെ ഈ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത നല്ല നല്ല കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല നല്ല വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഡയറിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, കീപ് സ്മൈലിംഗ്, താങ്ക് യു.